ദാ ഇതാണ് ആ കേസിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയൽ. തനിക്ക് പരിശോധിക്കാം. സാറിന് എന്ത് തോന്നുന്നു സാർ? അവർ ആത്മഹത്യ ചെയ്ത് തന്നെ ആയിരിക്കും? എന്താ സംശയം? ജീവിതത്തിൽ പ്രതീക്ഷകളൊക്കെ നശിക്കുമ്പോൾ ചെല്ല് ചെയ്യാറില്ലേ? അത് തന്നെയാണ് ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത്. വിഷാദരോഗം, അതിൽ നിന്നുണ്ടായ കടുത്ത നിരാശ, അതാ കാരണം. പക്ഷേ മേനോൻ പറയുന്നത് അയാളോട് പാവം പറ. ബാധയുമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളെ തട്ടിപ്പ്, വേറും തട്ടിപ്പ്. അല്ല സർ, സത്യമാണ്. ബോംബെയിലൊക്കെ മേനോനെ പോലെ കഴിവുള്ള ധാരാളം പേരുണ്ടത്രേ. ആ, ഹിന്ദിക്കാരെ പറ്റിക്കാൻ പറ്റും. ഏതായാലും ഞാൻ ഈ ഫയൽ എടുക്കുക. എനിക്കിതൊന്ന് പഠിക്കണം. പഠിച്ചോ, പക്ഷെ സംഗതി ആത്മഹത്യയല്ലെന്ന് മാത്രം പറഞ്ഞേക്കരുത്. വീണ്ടും അന്വേഷിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, സമയമില്ല. ആ, ഞാനിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം. ഡിവോഴ്സിന്റെ മഹത്തായ 9ാം വാർഷികാഘോഷം കൂടുന്നോ? നിർത്തിയിരിക്കുക. ഓക്കെ. ബാലയ്ക്ക് പേടിക്കണ്ട, ഇന്നൊരു കുഴപ്പമുണ്ടായില്ല. ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ ശാന്തം. ഉച്ചയ്ക്ക് കുറച്ച് കഞ്ഞി കുടിച്ചു. ബാല, ബാല, എന്താ ജീവൻ? ബാലയെ കാണുന്നില്ല. ഈശ്വര, എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? എന്താ വിജയ് ഇതൊക്കെ? ജീവൻ തിരിച്ചു കിട്ടിയില്ലേ സർ, അത് തന്നെ മഹാഭാഗ്യം. വിജയ, വിജയ, ആ, താനിത് കണ്ടോ?
എന്താ ജീവൻ? ബാലെ കാണുന്നില്ല. ഏ? ഇന്നലെ രാത്രി ഫോൺ വന്ന് ജീവൻ പോകുന്നുണ്ട്. പക്ഷെ അത് ഇതിനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്താ ജീവ, എന്താ സംഭവിച്ചത്? എന്താണെന്നറിയില്ല. എന്തായാലും വല്ലാത്ത ട്രാജഡി ആയിപ്പോയി. വാർത്താപത്രത്തിലുണ്ട്, ഞാൻ കണ്ടു. ക്രിമേഷനൊക്കെ. ഈ പോസ്റ്റ്മോർട്ടവും മറ്റ് ഫോർമാലിറ്റീസ് ഒക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത്. ബോഡി അവർ നാട്ടിലേക്ക് കൊണ്ടുപോവുക. ആ, ജീവൻ, ഒരു കാര്യം എനിക്കിപ്പോൾ ബോധ്യമായി. റാഹേലും അനുപമയും അവർ മരിച്ചത് അത് ആത്മഹത്യയല്ല. പിന്നെ ആ കേസ് അന്വേഷിച്ചത് സക്കറിയല്ലേ? ആ, ആ സക്കറിയാണ് ഇപ്പൊ മരിച്ചിരിക്കുന്നത്. ഈ മരണം ഒരു അപകട മരണമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സക്കറിയുടെ മരണത്തിൽ മേ ബി ബാലയ്ക്കും ഏയ്, പങ്കുണ്ടാവാം. നോ. നോ വിജയ, താൻ എന്തൊക്കെയായി പറയുന്നത്? ഐ മീൻ ഇറ്റ് സർ, ഐ മീൻ ഇറ്റ്. ജീവൻ, ആ കേസുമായി മുന്നോട്ട് പോയിക്കോളൂ. എത്രയും പെട്ടെന്ന് നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ കഴിയണം. അല്ലെങ്കിൽ ചിലപ്പോ ബാലയുടെ ജീവൻ. ഏയ്, ബി കെയർഫുൾ. അവൾ ഏത് നിമിഷവും വയലന്റ് ആയേക്കാം. ഏയ്, എന്തായി കാണിക്കുന്നത്? ഏയ്, stop it. ബാല! ബാല, ബാല, സോറി ബാല, ഐ എം സോ സോറി ബാല. മരിച്ചുപോയ ഇരുവർക്കും പ്രണയമോ മറ്റ് സമാന ബന്ധങ്ങളോ ഇല്ലായിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. എന്താ ജീവൻ എന്തൊക്കെയോ സംശയങ്ങൾ എന്നോട് ചോദിക്കാനുള്ള പോലെ? അല്ല, ഈ പ്രേതങ്ങൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ അതെന്തോ ആവട്ടെ, പക്ഷേ അതിനെ ബാല മാത്രം കാണുന്നത് എന്താ? ഞങ്ങളൊക്കെ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോ ബാല മാത്രമാണ് അവരെ കാണുന്നത്. അതിന് കാരണം ഒരുപക്ഷെ ബാലയുടെ നോവൽ എഴുത്താകാം. എഴുതുന്നത് പ്രേത നോവലാണ്. എഴുത്തിന്റെ നിമിഷങ്ങളിൽ എഴുത്തുകാരൻ അഥവാ സ്രഷ്ടാവ് അപാരമായ ഊർജം പുറപ്പെടുവിക്കും. ഈ ഊർജത്തിൽ നിന്നും പുറപ്പെടുന്ന തരംഗങ്ങൾ അവർക്ക് കിട്ടി. അവർ ബാലയിൽ ആകൃഷ്ടരായി. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം റാഹേലിന്റെയും അനുപമയുടെയും മരണത്തിന്റെ കാരണം. ആ ഒരു ഉത്തരത്തിന് മാത്രമേ ജീവന് തന്റെ പഴയ ബാലയെ തിരിച്ചറിയാൻ സാധിക്കൂ.
എന്താ സാറേ? ഒരു വിവരം അറിയാൻ വേണ്ടി വന്നതാ. ഈ വീട്ടിലായിരുന്നില്ലേ മരിച്ചുപോയ റാഹേലും അനുപമയും താമസിച്ചിരുന്നത്? അതെ സാറേ. പക്ഷെ അവര് ഈ വീട് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. കുറഞ്ഞ വാടകയ്ക്ക് ദൂരെ എവിടെയോ ഒരു കോവിലകം ഒത്തുവന്നിട്ടുണ്ടെന്ന് അവര് പറഞ്ഞു. അത് കാണാൻ പോകാൻ വേണ്ടി ഇവിടുത്തെ കാറും ചോദിച്ചായിരുന്നു. പക്ഷേ ഞാൻ കൊടുത്തില്ല സാറേ. അതെന്താ കൊടുക്കായിരുന്നത്? കൊടുക്കാൻ തോന്നിയില്ല. പിന്നെ ഞാൻ കേൾക്കുന്നത് കോവിലകത്തോട് ചേർന്നുള്ള മരത്തിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്തയാ. അവരെങ്ങനെയായിരുന്നു പെരുമാറ്റത്തില്? ഓ, നല്ല കുട്ടികളായിരുന്നു സാറേ. അങ്ങനെ മരിക്കാൻ മാത്രം പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ എന്തെങ്കിലും സാധനങ്ങള് ഇവിടെ ഇരിപ്പുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നും. ഒരു പെട്ടി ഇരിപ്പുണ്ട് സാറേ. പ്ലീസ്. ഇപ്പൊ കൊണ്ടുവരാം. സാറേ ദാ. ഹായ് ജീവൻ. ഹലോ ഡോക്ടർ. എനിക്ക് ഡോക്ടറുമായിട്ട് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. ജസ്റ്റ് ഫോർ 5 minutes. അതിനെന്താ? ഷുവർ, പ്ലീസ് കം. താങ്ക് യു. യെസ്, പറയൂ ജീവൻ. എന്താ സംസാരിക്കാനുള്ളത്? ബാലിക്ക് വീണ്ടും അവരെ എത്ര കാലമായിട്ട് അറിയാം ഡോക്ടർക്ക്? ആരെ? ആ അനുപമയും റാഹേലിനെയും. ഓ, അവരെ. ഞാനിവിടെ ഡോക്ടറായിട്ട് വരുന്ന കാലം മുതൽ അവരിവിടെ ഉണ്ട്. അവര് രണ്ടാളും ആത്മഹത്യ ചെയ്യാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുള്ളതായിട്ട് ഡോക്ടർക്ക് അറിയോ? നോ. അവര് ഡോക്ടറോട് എങ്ങനെയായിരുന്നു? ഐ മീൻ പെരുമാറ്റത്തില്. നത്തിങ് അൺയൂഷ്വൽ. എന്താ അങ്ങനെ ചോദിച്ചത്? അതിലൊരാൾക്ക് അനുപമയ്ക്ക് ഡോക്ടറോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ജീവൻ അതെങ്ങനെ അറിയാം? എനി പ്രോബ്ലം? ഏയ്, ഓ. ബട്ട് ജീവൻ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഒരിക്കലും ആ കുട്ടി എന്നോട് ഈ വിവരമൊന്നും പറഞ്ഞിട്ടുമില്ല. കാർ പ്ലീസ്. ഓക്കെ ഓക്കെ. ഓക്കെ, ബൈ. എക്സ്ക്യൂസ് മീ ജീവൻ, ഞാനിവിടെ വിടാണ്. അറിയാം, ഓസ്ട്രേലിയയിലേക്കല്ലേ? അതെ. നാളെ രാവിലെ അല്ലേ ഫ്ലൈറ്റ്? യാ. ബോൺ വോയജ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യാ. പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണേണ്ടി വരും. ഡോക്ടർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. യു ആർ ഓൾവേസ് വെൽക്കം. ബൈ. ഓക്കെ, ബൈ. ഞാനിവിടെ നിൽക്കാം, നീ പോയാ മതി. അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? അതിനെന്താ, ക്ഷണിച്ച നിന്നെ മാത്രല്ലേ? പോ.